വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച ഗൂഗിളിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന രേഖകൾ പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നൽകി. ഗൂഗിളിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകും എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഗൂഗിളിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിന്റെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയോ? GK കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവായ ഗോകുലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മോർച്ചറിക്ക് മുന്നിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഗോകുലിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. 10 കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. പരമാവധി 1 മണിക്കൂറിനുള്ളിൽ ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം കുടുംബാംഗങ്ങൾ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പരാതി അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലിന് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഇനി ഇൻക്വസ്റ്റ് നടപടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികളുടെയും വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇനി ഈ ശരീരത്ത് മറ്റ് മുറിപ്പാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് കുടുംബം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ശേഷം കൂടുതൽ പരാതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കോ കടക്കാനാണ് നിലവിൽ കുടുംബത്തിൻ്റെ തീരുമാനം. എന്താണെങ്കിലും ഗോകുലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. GK, ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഗൂഗിളിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ്. ജനനവർഷം മാത്രമാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 വയസ്സ് തികയാൻ 2 മാസം ബാക്കിയുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിൽ ഈ വന്നിരിക്കുന്ന രേഖകൾ അനുസരിച്ച് ഇപ്പോൾ അതിൽ ഗൂഗിളിൻ്റെ പ്രായപൂർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനനവർഷം മാത്രമാണ് FIR-ൽ വന്നിരിക്കുന്നത്. 18 വയസ്സ് തികയാൻ 2 മാസം ബാക്കിയുണ്ട്. ഗൂഗിളിൻ്റെ മരണത്തിൽ അതുകൊണ്ട് തന്നെ അന്വേഷണം വേണം എന്നാണ് ബന്ധുക്കൾ പരാതി നൽകാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത് കോഴിക്കോട്ട് നിന്ന്.